വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ കണക്റ്റഡ് ആയിട്ട് വരണം. ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ്, ഹെൽത്തി ആയിട്ടുള്ള എൻഡോമെട്രിയം, അതുപോലെ തന്നെ 9 മാസം കുഞ്ഞിനെ വഹിക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു യൂട്രസ്, ഇതെല്ലാം സ്ത്രീക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ സ്ത്രീ ശരീരത്തിലുണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങൾ, ഏകദേശം ഒരു 6 ലക്ഷണങ്ങൾ, ഈ ലക്ഷണങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മുടെ യൂട്രസിന് ആ ഒരു പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന 6 ലക്ഷണങ്ങളും നമുക്ക് വളരെ കോമൺ ആയിട്ട്, ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയുന്നതായിരിക്കും ഞാൻ ഈ പറയുന്ന 6 ലക്ഷണങ്ങളും. പക്ഷേ തുടർച്ചയായിട്ട് ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനും ആ പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു കപ്പാസിറ്റി ഇല്ലാതെ പോകുന്നതിനും ഈ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥ കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിനെ പറ്റിയിട്ടാണ്. യൂട്രസിലുണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറയുന്ന വീഡിയോയിൽ പറയുന്ന അതേ റെമഡീസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ ഞാൻ വീഡിയോയിൽ സംസാരിക്കുന്നത് കോൾഡ് യൂട്രസിനെ പറ്റിയിട്ടാണ്. കോൾഡ് യൂട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് വാമിംഗ് ഹോർമോൺ ആയിട്ടുള്ള പ്രൊജസ്ട്രോണിനോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടുമാണ് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ യൂട്രസ് എപ്പോഴും കോൾഡോ ആയിട്ടോ ഹോട്ടോ ആയിട്ടോ ഇരിക്കാതെ ഒരു വാം ടെമ്പറേച്ചറിൽ, അതായത് ഒരു നോർമൽ ടെമ്പറേച്ചറിലാണ് നമ്മുടെ യൂട്രസ് എപ്പോഴും ഇരിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എംബ്രിയോന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ എംബ്രിയോന് വളരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എൻവയോൺമെൻറ്റ് അവിടെ ഇല്ല, നല്ലൊരു ചുറ്റുപാട് അവിടെ ഇല്ല എങ്കിൽ നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുക എന്നുള്ളതിനുപരി ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയാൽ തന്നെ തുടർന്ന് അങ്ങോട്ട് ആ പ്രഗ്നൻസി അങ്ങോട്ട് നീണ്ടു പോകാനായിട്ട് ഇത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് പ്ലാസൻ്റ ഫോം ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ യൂട്രസിലെ ബ്ലഡ് വെസൽസ് വഴിയാണ് എംബ്രിയോ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്രസ് കോൾഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബ്ലഡ് സപ്ലൈ കുറയുന്നതിനും അതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു. യൂട്രസിൻ്റെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഈ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകും. ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ കൈ ഭയങ്കര തണുത്തതായിട്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കൈയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കാലിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര തണുപ്പായിട്ടിരിക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയർ ഒന്ന് തണുത്തിട്ടുള്ള ആ ഒരു സമയത്തോ അല്ലെങ്കിൽ നമ്മൾ AC കൂടുതലായിട്ടിരിക്കുന്ന ആ ഒരു സമയത്തോ ഈ സമയങ്ങളിലൊക്കെയാണ്. എന്നാൽ ഇതിൽ നിന്നും മാറ്റമില്ലാതായിട്ട് നമുക്ക് ഫുൾ ടൈം ഈ ഒരു കൈക്കും അതുപോലെ തന്നെ കാലിനും തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പീരിയഡ്സ് ഭയങ്കര പെയിൻഫുള്ളാണെങ്കിൽ, പിന്നെ ഡാർക്ക് റെഡ് ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ വിത്ത് ക്ലോട്ട്സ് നമുക്കുണ്ടെങ്കിൽ, ക്ലോട്ട്സ് എന്ന് പറയുന്നത് ഡാർക്ക് റെഡിൻ്റെ മെൻസ്ട്രൽ സൈക്കിളിലൂടെ ക്ലോട്ട്സ് വരിക എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ക്ലോട്ട്സ് ഉണ്ടാകുന്നത്. നമുക്ക് പീരിയഡ്സിൻ്റെ 3-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 4-ാമത്തെ ദിവസമോ നമുക്ക് ക്ലോട്ട്സ് ഉണ്ടാകുന്നത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതല്ലാതെ നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിൽ ഇങ്ങനെ ക്ലോട്ട്സ് പോയിക്കൊണ്ടിരിക്കുന്നു, വളരെ ഡാർക്ക് റെഡ് ആയിട്ടുള്ള മെൻസ്ട്രൽ ഫ്ലോ നമുക്ക് പോകുന്നു, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ടയേർഡായിട്ട് പോകുന്നു, നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം നന്നേ കുറഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് കോൾഡ് യൂട്രസിലുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ഈ പെയിൻഫുൾ ആയിട്ടുള്ള പീരിയഡ്സ് ഒക്കെ വരുന്നത് കോൾഡ് യൂട്രസിൽ മാത്രമല്ല, മറ്റുള്ള എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാകും കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് കയ്യിലും കാലിലും ഒക്കെ തണുപ്പ് അനുഭവപ്പെടുക, അതുപോലെ നമ്മൾ എപ്പോഴും ടയേർഡായിട്ട് തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോൾഡ് യൂട്രസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ കോൾഡ് യൂട്രസ് ആകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സിറ്റുവേഷനിലല്ലാതെ, അതായത് നമ്മൾ കൂടുതൽ തണുപ്പുള്ള സ്ഥലത്ത് നിൽക്കുന്നില്ല, നമ്മുടെ എൻവയോൺമെൻറ്റ് നമുക്ക് ചുറ്റുമുള്ള ഒരു നേച്ചർ തണുപ്പായിട്ടുള്ളതല്ല, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും അതല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റെമഡീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പറ്റുമ്പോൾ നിങ്ങൾ കാലിൽ സോക്സ് ഇട്ട് കിടക്കുക.
കാലിൽ സോക്സ് ഇട്ട് കിടക്കാമെന്ന് പറയുമ്പോഴേക്കും കാലിൽ അങ്ങനെ സോക്സ് ഇടുന്നത് നമ്മുടെ ആ ഒരു കാല് ഒന്ന് വാമാക്കി വെക്കുന്നതിനും അതിൻ്റെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മുടെ കാലിൽ ആ ഒരു സോക്സ് ഇട്ട് കിടക്കുമ്പോഴേക്കും അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് നല്ല രീതിയിൽ ത്വരിതപ്പെട്ട് പോകാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇത് ഏറെക്കുറെ നമുക്ക് ഉണ്ടാകുന്ന മറ്റുള്ള പ്രശ്നങ്ങളൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. ഞാൻ രാത്രി കാലിൽ സോക്സ് ഇട്ട് കിടക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ കോൾഡ് യൂട്രസ് ഉണ്ടായിട്ടല്ല, പക്ഷേ എനിക്ക് പ്ലാന്റാർ ഫേഷ്യോഐറ്റിസ് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പ്ലാന്റാർ ഫേഷ്യോഐറ്റിസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഉപ്പൂറ്റയിൽ വേദന, നീർക്കെട്ടുണ്ടാവുക, ഇതാണ് പ്ലാന്റാർ ഫേഷ്യോഐറ്റിസ്. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉപ്പൂറ്റയിൽ ആദ്യം കഠിനമായിട്ടുള്ളൊരു വേദന ഉണ്ടാവുക, കുറേ നേരം നിൽക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്ലാന്റാർ ഫേഷ്യോഐറ്റിസിൽ ഉണ്ടാകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഞാൻ രാത്രി മൊത്തം കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വെക്കാൻ പറ്റില്ലായിരുന്നു. അത്തരത്തിലുള്ളൊരു അവസ്ഥയായിരുന്നു. ഞാൻ കാലെടുത്ത് നമ്മൾ വാഷ്റൂമിൽ പോകുമ്പോൾ ഒരു കാല് പൊക്കിയെടുത്ത് വാഷ്റൂമിൻ്റെ ഡോറിൻ്റെ അപ്പുറത്തേക്ക് വെച്ചിട്ടുള്ള സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാലിൽ സോക്സ് ഇട്ട് ഉറങ്ങാൻ തുടങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് നോർമലായിട്ട് നടക്കാനായിട്ട് സാധിച്ചു. അതല്ലാതെ നമ്മളിപ്പോൾ വീട്ടിനകത്ത് സോക്സ് ഇട്ട് നടക്കുന്നില്ല. വീട്ടിനകത്ത് ഇങ്ങനെ നമ്മൾ പ്ലാന്റാർ ഫേഷ്യോഐറ്റിസിന് പറ്റുന്ന ചെരുപ്പിട്ടിട്ടാണ് നടക്കുന്നത്. അതിടാതിരുന്ന് കഴിഞ്ഞാൽ കാലിൽ ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ കാലിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാലിനൊന്ന് വാമാക്കി വെക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ കോൾഡ് യൂട്രസ് ഉള്ളവർ ഇത്തരത്തിൽ കാലിൽ സോക്സ് ഇടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കാല് ഇടയ്ക്കിടയ്ക്ക് മുക്കി വെക്കുക. ഇത് നമ്മളുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഫുഡ് മസാജ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ കാലിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു ഫുഡ് മസാജിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലിൽ ഒരുപാട് നെർവ്സ് വന്ന് എൻഡ് ചെയ്യുന്നത് നമ്മുടെ കാലിലാണ്. അപ്പോൾ കാലിൽ ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ത്വരിതപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമ്മുടെ ആ ശരീരത്തിലെ ആക്ടിവിറ്റീസ് നല്ലവണ്ണം നടക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഫെർട്ടിലിറ്റി മെഡിസിൻ എടുക്കുന്നവരും അതുപോലെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരും ഒക്കെ കാലിൽ മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഫുഡ് മസാജ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഹീറ്റ് പാഡ് വെക്കുന്നത് നല്ലതായിരിക്കും. ഹീറ്റ് പാഡ് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് നമ്മൾ പയ്യെ ഒന്ന് ചൂട് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് യൂട്രസിൽ ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് നോർമലായിട്ട് വെക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ അത് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മളൊരു കാസ്റ്റർ ഓയിലിൻ്റെ പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കാസ്റ്റർ ഓയിലിൻ്റെ പാക്ക് ഇടുക എന്ന് പറയുന്നത് നമ്മളൊരു കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ, ഈ ആവണക്കെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട്, അതായത് ആവണക്കെണ്ണ എന്ന് പറയുന്നത് കുറച്ച് തിക്കാണല്ലോ, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നേരിയൊരു ചൂടാക്കിയിട്ട് നമ്മൾ അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലിലോട്ട് ഒരു ഹോട്ട് ബാഗ് വെച്ച് പയ്യെ ചൂട് പിടിക്കുന്നത് ഈ കാസ്റ്റർ ഓയിൽ പെട്ടെന്ന് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നതിനും അതുവഴി നമ്മുടെ ആക്ടിവിറ്റീസ്, യൂട്രസിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത്തരം റെമഡീസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്രസിന് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കൂടുതൽ മുൻപോട്ട് ഹെൽത്തി ആയിട്ട് പോകാനായിട്ടും ഇത് സഹായിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.